കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. കഥാസാഗരത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ തുടങ്ങുന്നതിന് മുമ്പ് കഥാസാഗരത്തെക്കുറിച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടി കഥകളും മുത്തശ്ശി കഥകളും ഇതിഹാസ കഥകളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന കഥ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ ചൈനീസ് നാടോടി കഥകൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നിന്നെടുത്ത ഒരു ചൈനീസ് നാടോടി കഥയാണ്. അപ്പോൾ നമുക്ക് ആ നാടോടി കഥയൊന്ന് കേട്ടാലോ? കേട്ടുകളയാം അല്ലേ? പണ്ടൊരിക്കൽ ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ രാജ്യമെങ്ങും ശാന്തിയും സമാധാനവും ഐശ്വര്യവും ഉണ്ടായിരുന്നു. ജനങ്ങൾ സന്തോഷത്തോടു കൂടിയാണ് ജീവിച്ചു പോകുന്നത്. രാജാവിനും രാജ്ഞിക്കും കുട്ടികളില്ലായിരുന്നു. അക്കാര്യത്തിൽ രാജാവും രാജ്ഞിയും മാത്രമല്ല, രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ ദുഃഖിച്ചിരുന്നു. കാലങ്ങൾ കടന്നുപോയി. ഒരു നാൾ രാജ്യം മുഴുവൻ ആഹ്ലാദത്തിമിർപ്പിലായി. അന്ന് അവരുടെ രാജാവിനും രാജ്ഞിക്കും ഒരു ഓമന കുഞ്ഞുണ്ടായി. അവളെ അവർ കിയോ എന്ന പേരിട്ട് വിളിച്ചു. കുഞ്ഞ് കിയോ സുന്ദരിക്കുട്ടിയായി വളർന്നു വന്നു. അങ്ങനെ ഇരിക്കെ കിയോയുടെ 10ാം പിറന്നാൾ ആഘോഷം അതിഗംഭീരമായി കൊണ്ടാടി. ആ പിറന്നാൾ ആഘോഷത്തിൽ രാജാവ് രാജ്യത്തെ വിദുഷികളെ വിളിച്ചു. വിദുഷികൾ കൊട്ടാരത്തിലെത്തുകയും കുഞ്ഞു കിയോയെ അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ചെയ്തു. പക്ഷേ രാജാവ് ഒരു കാര്യം മറന്നുപോയിരുന്നു. രാജ്യത്ത് 7 വിദുഷികൾ ഉണ്ടായിരുന്നു. അവരിൽ ഒരാളെ രാജാവ് രാജകുമാരി കിയോയുടെ പിറന്നാൾ ആഘോഷത്തിന് ക്ഷണിച്ചില്ല. അത് 7ാമത്തെ വിദുഷിക്ക് അപമാനമായി തോന്നി. അവർ കൊട്ടാരത്തിലെത്തുകയും രാജാവിൻ്റെ മുമ്പിൽ വെച്ച് കുഞ്ഞ് കിയോയെ വിദുഷി ശപിച്ചു. 15ാം വയസ്സിൽ ഇവളുടെ കൈ 100 നാഴി കൊണ്ട് മുറിഞ്ഞ് ചൈതന്യം നശിച്ചുപോയി. 100 വർഷം കിയോ ഉറങ്ങിപ്പോകട്ടെ. രാജാവും രാജ്ഞിയും ഞെട്ടിപ്പോയി. ശാപം അനുഭവിക്കാതെ മാറ്റിവിടാനാവില്ല. ഇനി എന്തു ചെയ്യും? ഉടൻ തന്നെ രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. രാജ്യത്തുള്ള സകല ചർക്കകളും 100 നാഴികകളും നശിപ്പിച്ച് കളയും. അതങ്ങനെ നടപ്പാക്കട്ടെ. കിയോ അതിസുന്ദരിയായി വളർന്നു. രാജകുമാരിക്ക് 15 വയസ്സായി. രാജകുമാരി സ്വഭാവിയും സമർത്ഥയുമായി വളർന്നു. ഒരു ദിവസം രാജകുമാരി കൂട്ടുകാരികൾക്കൊപ്പം പുറത്തുപോയി. പോകുന്ന വഴിയിൽ തെരുവിൽ ഇരുന്നൊരു വൃദ്ധ ഒരു തറയിൽ നൂല് നൂൽക്കുന്നത് കിയോ കണ്ടു. എന്താണീ ചെയ്യുന്നത്? രാജകുമാരി കൗതുകത്തോടുകൂടി തിരക്കി. ഞാൻ നൂൽ നൂൽക്കുകയാണ്, വൃദ്ധ പറഞ്ഞു. ലിൻഡ ചർക്ക കണ്ടിട്ടേയില്ലായിരുന്നു. അവൾ അതിൽ തൊട്ടതും പെട്ടെന്നൊരു കാറ്റ് വീശി. അടുത്ത നിമിഷം രാജകുമാരി ഉറങ്ങിപ്പോയി. കൊട്ടാരത്തിലും തെരുവിലുമുള്ള മുഴുവൻ മനുഷ്യരും ഉറക്കമായി. വളർത്തു പക്ഷികളും മൃഗങ്ങളും എല്ലാം ഉറങ്ങിപ്പോയി. കാലങ്ങൾ കഴിഞ്ഞുപോയി. കൊട്ടാര പരിസരം മുഴുവൻ കാട് കയറി. അവിടെ അങ്ങനെ ഒരു നഗരവും കൊട്ടാരവും ഉണ്ടെന്ന് ആർക്കും അറിയില്ല. ഒരിക്കൽ മറ്റൊരു രാജ്യത്തെ രാജകുമാരൻ വനപ്രദേശത്ത് വേട്ടയ്ക്കായി വന്നു. വേട്ടമൃഗത്തെ പിന്തുടർന്ന് രാജകുമാരൻ ആ കോട്ടയ്ക്കുള്ളിൽ എത്തപ്പെട്ടു. അവിടെ എത്തിയ രാജകുമാരൻ അത്ഭുതപ്പെട്ടു പോയി. തെരുവിലും കൊട്ടാരത്തിലും ആളുകൾ ഉറങ്ങിക്കിടക്കുന്നു. കൊട്ടാരം കാട് പിടിച്ചു കിടക്കുകയാണ്. ചർക്കയ്ക്കരികിൽ സുന്ദരിയായ ഒരു രാജകുമാരി ഉറങ്ങിക്കിടക്കുന്നു. രാജകുമാരൻ രാജകുമാരിയെ തൊട്ടതും രാജകുമാരി ദീർഘമായി നിദ്രയിൽ നിന്ന് ഉണർന്നു. പെട്ടെന്ന് കൊട്ടാരത്തിലെ കാട് അപ്രത്യക്ഷമായി. ജനജീവിതം പഴയതുപോലെയായി. കിയോ രാജകുമാരനെ നോക്കി നന്ദിപൂർവ്വം ചിരിച്ചു. രാജാവും രാജ്ഞിയും അവർക്കടുത്തേക്ക് വന്നു. കൊട്ടാരം മുഴുവൻ വീണ്ടും സന്തോഷത്തിലായി. സുന്ദരി കിയോയെ അവളെ രക്ഷിച്ച രാജകുമാരൻ തന്നെ വിവാഹം കഴിച്ചു കൊടുത്തു. വിവാഹാഘോഷം 1 മാസത്തോളം നീണ്ടുനിന്നുവെന്നാണ് പഴമക്കാർ പറയുന്നത്.
ഇതൊരു നാടോടിക്കഥയാണ്. അതുകൊണ്ട് തന്നെ ആ കഥ ഒരു ഫാൻറ്റസിയാണ്. നമ്മളെ ഒരു മായാലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. രാജകുമാരനും രാജാവും രാജ്ഞിയും രാജകുമാരിയും, അങ്ങനെ വല്ലാത്തൊരു മായാലോകം. നമ്മുടെ മനസ്സ് പയ്യെ ഭാവനയിലേക്ക് കടക്കുകയാണ്. നാം അറിയാതെ മനസ്സ് സഞ്ചരിക്കുകയാണ് ആ പഴയ ചീന രാജ്യത്തേക്ക്. ഇത് തന്നെയാണ് നമ്മൾ കുട്ടിക്കാലത്തും സംഭവിക്കുന്നത്. അപ്പൂപ്പനോ അമ്മൂമ്മയോ അല്ലെങ്കിൽ ആരെങ്കിലും ആട്ടെ ഒരു കഥ പറയുമ്പോൾ നമ്മളിങ്ങനെ സഞ്ചരിക്കുകയാണ്. നമ്മുടെ മനസ്സ് ഭാവനാ ലോകത്ത്. നമ്മുടെ മനസ്സിൽ ആ കഥാപാത്രങ്ങളെല്ലാം തെളിയും. ആ രാജകൊട്ടാരം തെളിയും, അല്ലെങ്കിൽ ആ രാജ്ഞി തെളിയും, അവിടുത്തെ സംഭവ വികാസങ്ങളെല്ലാം തെളിയും. നമ്മൾ സ്വയം മറക്കുകയാണ്. കഥകൾ വായിക്കുമ്പോഴും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ MT നമ്മളെ വിട്ടുപോയിരിക്കുകയാണ്. 4 കെട്ട് വായിക്കുമ്പോഴും 2-ാം ഊഴം വായിക്കുമ്പോഴും MTയുടെ വിവരണത്തിൽ നമ്മൾ വേറൊരു ലോകത്തേക്ക് കടക്കുകയാണ്. നമുക്കൊന്നും പരിചിതമല്ലായിരിക്കും ആ ലോകം, പക്ഷേ അത്ര വിശദമായിട്ടാണ് വിവരണങ്ങൾ. ഓരോ കാര്യങ്ങളും സൂക്ഷ്മമായി വിവരിക്കുക. നമുക്ക് പിന്നെ അതൊക്കെ മനസ്സിൽ കാണാൻ സാധിക്കുന്നു. ഈ കഥയും അതുപോലെ തന്നെയാണ്. ചരിത്രം ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. മണ്ണിനടിയിലോട്ടൊക്കെ കുഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പഴയ നഗരങ്ങളും കൊട്ടാരങ്ങളും അവശിഷ്ടങ്ങളും ഗ്രാമങ്ങളും റോഡുകളും വീടുകളും പാതകളും എല്ലാം കാണാം. മനുഷ്യരുപയോഗിച്ചിരുന്ന വസ്തുക്കളെല്ലാം കാണാം. കടലിനടിയിലും ഇത്തരം നഗരങ്ങൾ കാണും. കടൽ മൂടിയ നഗരങ്ങൾ, വർഷങ്ങളായി ഉറങ്ങിക്കിടക്കുന്ന നഗരങ്ങൾ. അവസാനം കഥയിൽ ഒരു വാചകത്തിലാണ് അവസാനിക്കുന്നത്. വിവാഹ ആഘോഷം 1 മാസത്തോളം നീണ്ടുനിന്നുവെന്നാണ് പഴമക്കാർ പറയുന്നത്. 1 മാസത്തോളം നീണ്ടുനിന്ന വിവാഹം. കഥകൾ മാത്രമല്ല, നമ്മളിപ്പോൾ നമ്മുടെ രാജ്യത്തും കണ്ട് ഒരു കുബേരൻ എത്ര ആഡംബരത്തോടെയാണ് ഒരു വിവാഹം നടത്തിയത്. എത്രയെത്ര ഫംഗ്ഷനുകളാണ് അവർ നടത്തിക്കൂട്ടിയത്. സിനിമാ നടീനടന്മാരെയൊക്കെ അണിനിരത്തി, VIP-കളെയൊക്കെ അണിനിരത്തി, ലോകത്തുള്ള എല്ലാ കുബേരന്മാരെയൊക്കെ അവർ ആ വേദിയിൽ കൊണ്ടുവന്നു. വലിയ പ്രതിഫലം കൊടുത്ത് ഗായകരെയും സംഗീതജ്ഞരെയും ഒക്കെ അണിനിരത്തി പരിപാടികൾ അവതരിപ്പിച്ചു. കഥകളിൽ മാത്രമല്ല, അപ്പോൾ ഇന്നും അത്തരം ആഡംബര വിവാഹങ്ങൾ നടക്കുന്നുണ്ട്. പണം അത്രയ്ക്ക് കുമിഞ്ഞുകൂടുമ്പോൾ പിന്നെ എന്ത് ചെയ്യണമെന്നറിയില്ല. എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് ചിലവാക്കണ്ടേ. അപ്പോൾ ലോകത്ത് പട്ടിണിയുണ്ടോ, ദാരിദ്ര്യമുണ്ടോ, കഷ്ടപ്പാടുണ്ടോ, രോഗങ്ങൾ വന്ന് ജനങ്ങൾ കഷ്ടതകൾ സഹിക്കുന്ന കാര്യങ്ങളെല്ലാം അങ്ങ് വിസ്മരിക്കും. അവർ അവരുടേതായ ഒരു പൊങ്ങച്ച മണ്ഡപങ്ങൾ ഉണ്ടാക്കും. ആ പൊങ്ങച്ചത്തിൽ ആടിത്തിമിർക്കും. അങ്ങനെയാണ് ആഡംബര വിവാഹങ്ങൾ. തിന്നാൻ പറ്റാത്തത്ര ആഹാരങ്ങൾ വിളമ്പി മുന്നിൽ വെക്കുകയാണ്. എന്തെടുക്കണമെന്ന് അറിയാത്തവർ. വരുന്ന അതിഥികൾക്ക് വലിയ സമ്മാനങ്ങൾ നൽകുന്നു. അതിഥികളും സമ്മാനങ്ങൾ കൊടുക്കുന്നു. ഇപ്പോൾ ലോകത്തിൻ്റെ ഒരു വശത്ത് കുറേ ആൾക്കാർ രോഗം കാരണം കഷ്ടത അനുഭവിക്കുന്നു, പട്ടിണി കാരണം കഷ്ടത അനുഭവിക്കുന്നു, തൊഴിൽ ഇല്ലായ്മ കാരണം കഷ്ടത അനുഭവിക്കുന്നു. എന്തൊക്കെ ദുഃഖങ്ങളുണ്ടോ അതെല്ലാം ചില മനുഷ്യർക്ക് വേണ്ടി മാത്രമുള്ളതാണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അപ്പോൾ ഈ കഥയിൽ പറയുന്ന വിവാഹ ആഘോഷം 1 മാസത്തോളം നീണ്ടുനിന്നു എന്നാണ് ഈ കഥയിൽ വിശേഷിപ്പിക്കുന്നത്. 1 മാസമല്ല, 1 വർഷത്തോളമൊക്കെ നീണ്ടു നിൽക്കുന്ന കല്യാണങ്ങൾ നമുക്ക് ഇടയിൽ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് വിസ്മരിക്കാൻ സാധിക്കുകയില്ല. എന്തായാലും ലോകത്തിൻ്റെ അന്തരവ് കൂടി വരികയാണ്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം. അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇന്നത്തെ കഥാസാഗരം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു കഥയും പുതിയ കുറച്ച് വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. ഇത്ര നേരം എന്നെ ശ്രവിച്ചിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികളിൽ നിങ്ങളിപ്പോൾ കേട്ടത് കഥാസാഗരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബോണി ജെ ബേസിൽ.